21 അംഗ മന്ത്രിസഭയിൽ 5-ൽ കൂടുതൽ മന്ത്രിസ്ഥാനം ലീഗ് ഒരുപക്ഷെ ആവശ്യപ്പെട്ടേക്കും. ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടില്ല. PK കുഞ്ഞാലിക്കുട്ടി, അതേപോലെ PK ബഷീർ, N ഷംസുദ്ദീൻ ഇവരൊക്കെയാണ് സാധ്യതാ പട്ടികയിലുള്ളത്. KM ഷാജിയുടെ കാര്യത്തിൽ പക്ഷേ രണ്ടഭിപ്രായം ഉണ്ട് എന്ന് അറിയുന്നു. പ്രസാദ് ഉറുമ്പശ്ശേരി ഉണ്ട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ. പ്രസാദ്, എങ്ങനെയാണ് ലീഗിനുള്ളിലെ ചർച്ചകൾ? സാധ്യതാ പട്ടികയിൽ ആരൊക്കെ ഇടം പിടിക്കുമെന്നാണ് കരുതുന്നത്? സേതു, മുസ്ലിം ലീഗ് കഴിഞ്ഞ തവണ 5 മന്ത്രിസ്ഥാനമാണ് ഉണ്ടായിരുന്നത്. അതുതന്നെയാണ് ഇത്തവണ നിലവിലെ ആ ഒരു സ്റ്റാറ്റസ് കോ നിലനിർത്താനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. 5 പേരായിരിക്കും മന്ത്രിമാരായി വരിക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സംശയമില്ലാതെ നമുക്ക് പറയാൻ കഴിയുന്ന പേര് PK കുഞ്ഞാലിക്കുട്ടിയുടെ പേര് തന്നെയാണ്. മറ്റൊന്ന്, മലപ്പുറത്ത് നിന്ന് ഏറനാട് നിന്ന് വിജയിച്ചിട്ടുള്ള PK ബഷീർ. അദ്ദേഹം 4ാം തവണയാണ് വിജയിച്ചു വരുന്നത്. അദ്ദേഹവും ഇത്തവണ മന്ത്രി പട്ടികയിൽ പ്രധാനപ്പെട്ട പേരായി തന്നെ ഉയരുന്നുണ്ട്. മറ്റൊന്ന്, അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ, മണ്ണാർക്കാട് നിന്ന് അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ, അല്ലെങ്കിൽ കോട്ടയ്ക്കൽ നിന്ന് വെച്ചിട്ടുള്ള ആബിദ് ഹുസൈൻ തങ്ങൾ. ഇവരിൽ 2 പേരിൽ ആരെങ്കിലും ഒരാൾ മന്ത്രിയാകും എന്നുള്ളതാണ് ലീഗിനകത്ത് നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പാറക്കൽ അബ്ദുള്ള, കോഴിക്കോട് ഇത്തവണ 6 സീറ്റിലാണ് ലീഗ് മത്സരിക്കുകയും 6ഇടത്ത് വിജയിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, കോഴിക്കോട് നിന്നും മികച്ച ഒരു പ്രാതിനിധ്യം വേണമെന്ന ലീഗ് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ സീനിയോറിറ്റി നോക്കുകയാണെങ്കിൽ പാറക്കൽ അബ്ദുള്ളയാണ് മന്ത്രിയായി വരേണ്ടത്. അദ്ദേഹം മുമ്പ് കുറ്റ്യാടി MLA ആയിരുന്നു. കഴിഞ്ഞ തവണ പരാജയപ്പെട്ടു. ഇത്തവണ വലിയ വിജയത്തോടു കൂടി തന്നെ തിരിച്ചു വരികയും ചെയ്തു. അല്ലെങ്കിൽ പാർട്ടിയുടെ സംഘടനാ രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ജില്ലാ പ്രസിഡന്റും മുതിർന്ന നേതാവുമായിട്ടുള്ള MA റസാഖ്, ഇതിൽ 2 പേരിൽ ആരെങ്കിലും ഒരാൾ കോഴിക്കോട് നിന്ന് മന്ത്രിയാകും എന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. പാറക്കൽ അബ്ദുള്ള അല്ലെങ്കിൽ MA റസാഖ്. KM ഷാജിയുടെ കാര്യത്തിലാണ് 2 അഭിപ്രായം ഉയർന്നു വന്നിട്ടുള്ളത്. അതിൽ ഒന്ന്, KM ഷാജിക്ക് ഇനിയും അവസരങ്ങളുണ്ട്, അദ്ദേഹത്തിന് ഇത്തവണ മാറ്റി നിർത്തേണ്ടതുണ്ട് എന്നൊരു അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ അദ്ദേഹത്തെ പരിഗണിക്കണം. ലീഗിലെ തന്നെ ഏറ്റവും മുതിർന്ന നേതാവ്, ലീഗിൽ വളരെ സജീവമായി നിൽക്കുന്ന ഒരു നേതാവാണ്, അദ്ദേഹത്തെ കൂടി പരിഗണിക്കണമെന്നൊരു ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ പറഞ്ഞ ഈ പേരുകളിൽ PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ, ആബിദ് ഹുസൈൻ തങ്ങൾ, പാറക്കൽ അബ്ദുള്ള, MA റസാഖ്, KM ഷാജി, ഇവരിൽ നിന്നും 5 പേര് മന്ത്രിസ്ഥാനത്തേക്ക് വരും എന്നുള്ളതാണ് ഏറെക്കുറെ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതിന്റെ അന്തിമ തീരുമാനം എടുക്കേണ്ടത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. അദ്ദേഹം ഇനി ഏതെങ്കിലും സർപ്രൈസുകൾ ഒരുക്കി വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് ഉൾപ്പെടെയുള്ള യുവ നേതാക്കളുണ്ട്. യുവ നേതാക്കളെ കൂടി ഈ പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്ന് തീരുമാനിച്ചാൽ അങ്ങനെയും സാധ്യത തെളിയുന്നുണ്ട്.